ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങളെ ഏവരെയും പ്രഭാതവചനത്തിലേക്ക് വളരെ സ്നേഹത്തോടെ വിനയത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസം 595 എപ്പിസോഡ് പബ്ലിഷ് ചെയ്യുന്നതിനായി ദൈവത്തിൽ ശരണപ്പെടുന്നു. ഇന്നത്തെ ധ്യാന വിഷയം: മനുഷ്യൻ സകല വചനം കൊണ്ടും എങ്ങനെ ജീവിക്കണം. മനുഷ്യൻ സകല വചനം കൊണ്ടും എങ്ങനെ ജീവിക്കണം എന്നതാണ്. ജീവിക്കുവാൻ ആഗ്രഹമുള്ളവരും മരിക്കുവാൻ വ്യഗ്രതപ്പെടുന്നവരുമുണ്ട്. ജീവിതം മുമ്പോട്ട് നയിക്കുവാൻ പറ്റാതെ വരുമ്പോൾ ജീവിക്കണോ അതോ മരിക്കണോ എന്ന ചിന്ത ഉയരുന്നു. മരിക്കണമെന്ന് തോന്നുന്നതിന് പല കാരണങ്ങൾ കണ്ടേക്കാം. ഉറ്റവർ ഉപേക്ഷിച്ചെന്നിരിക്കാം, ഒരിക്കലും പിരിയില്ലെന്ന് കരുതിയവർ തള്ളി പറഞ്ഞുവെന്നിരിക്കാം, സ്നേഹം തണുത്തു പോയെന്നിരിക്കാം, ബന്ധങ്ങളിൽ മരവിച്ച് അതിന് ഇനി യാതൊരു വിലയുമില്ല എന്ന് തോന്നിയിരിക്കാം, ജീവിത പങ്കാളി പോലും മനസ്സിലാക്കുന്നില്ല എന്നതായിരിക്കാം, ചുറ്റുമുള്ള എല്ലാവരും കുറ്റപ്പെടുത്തുന്നു എന്നുള്ളതായിരിക്കാം ഒരു കാരണം, മുറിവേൽപ്പിക്കുന്ന വാക്കുകൾ ഉപയോഗിച്ചെന്നിരിക്കും. അങ്ങനെ നിരവധി സന്ദർഭങ്ങൾ ഉണ്ടായേക്കാം. നമ്മുടെ ജീവിതത്തിൽ ചില തകർച്ചകൾ ഉണ്ടായേക്കാം. ചിലപ്പോൾ ലജ്ജയായിരിക്കാം, വേറെ ചിലപ്പോൾ നിരാശയായിരിക്കാം, മറ്റു ചിലപ്പോൾ അപമാന ഭാരമായിരിക്കാം ജീവിതം ദുസ്സഹമാകുന്നത്. എന്നാൽ ജീവിക്കണമെങ്കിൽ ഒരു കാരണം മാത്രമേ ഉള്ളൂ: ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു. ദൈവവചനത്തിൻ്റെ നിസ്തുലതയും സമഗ്രതയും ജീവിത ഭദ്രമാക്കാം എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന വചനമാണ് വിശുദ്ധ മത്തായി ശ്ലീഹ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പലപ്പോഴും ദൈവവചനത്തിൽ നിന്നും ചില വാക്കുകൾ അടർത്തിയെടുത്ത് തർക്കിക്കുന്നവരെ കാണുന്നുണ്ട്. പഠനത്തിലും ഇതേ പ്രശ്നമുണ്ടാകാം. ഒരു കാര്യം അപഗ്രഥിക്കുമ്പോൾ അത് മാത്രമായിരിക്കും നാം ചിന്തിക്കുന്നത്. അപഗ്രഥത്തിന് ശേഷവും വ്യാഖ്യാനവും നൽകണമെന്ന് പറയുന്നതിൻ്റെ യുക്തി അതാണ്. പഴയ സംഭവങ്ങളെ പുതിയ കാലവുമായി ബന്ധിപ്പിക്കുകയും വാക്കിനെ സന്ദർഭവുമായി ബന്ധിപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് വചനം ജഡം ധരിക്കുന്നത്. പഴയ നിയമത്തിൻ്റെ പൊരുളായ ക്രിസ്തു ജഡാവതാരം ചെയ്തു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു എന്നത് അപഗ്രഥനവും വ്യാഖ്യാനവും പോലെ ആശ്വാസ സൂചകം കൂടിയാണ് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. വരങ്ങളെക്കുറിച്ചും ഭാഷാവരങ്ങളെക്കുറിച്ചും പ്രതിപാദിക്കുമ്പോൾ അന്യഭാഷയിൽ സംസാരിച്ചതിന് ശേഷം വ്യാഖ്യാനിക്കണമെന്ന് പരിശുദ്ധ പൗലോസ് ശ്ലീഹ പറയുന്നത് അർത്ഥങ്ങളിൽ നിന്നും ലക്ഷ്യങ്ങളിൽ നിന്നും വ്യതിചലിക്കരുത് എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. അപ്പം ഭൂമിയിൽ നിന്നുണ്ടാകുന്നതാണ്. മനുഷ്യന്റെ അധ്വാനം കൊണ്ട് വിളയുന്ന വിളവിൽ നിന്നുമാണ് അപ്പം ഉണ്ടാകുന്നത്. ഭൗതികമായതിൽ പരിധിയും പരിമിതിയുമുണ്ട്. അപ്പം ഭൗതികമാണ്. കല്ലിൽ നിന്ന് അപ്പം എന്നത് അത്ഭുതമല്ല, മറിച്ച് പരിമിതിയെ മറയ്ക്കുവാനുള്ള മോഹമാണ്. മോഹങ്ങളിലും സ്വപ്നങ്ങളിലും നിങ്ങൾ വീഴുന്നത് ശരീരം ക്ഷീണിക്കുമ്പോഴാണ് എന്നൊരു വിചാരമുണ്ട്. മനസ്സ് ചഞ്ചലപ്പെടുമ്പോഴും മോഹങ്ങൾ വീണേക്കാം. ഈ രണ്ട് അവസ്ഥകളെയും ആത്മാവിൻ്റെ ജാഗരണത്താൽ അതിജീവിക്കുവാൻ ക്രിസ്തുനാഥൻ പഠിപ്പിക്കുന്നു. ഉപവാസത്തിലായിരുന്ന ക്രിസ്തുവിനെ വിശപ്പിനെ കുറിച്ച് ഓർമ്മിപ്പിച്ചു. തളർത്തുവാനും പ്രതിവിധി കാണിച്ച് മയക്കുവാനുമുള്ള ഗൂഢതന്ത്രം മെനയുന്ന പിശാച് ലോകത്തിൻ്റെ ക്രമം അങ്ങനെയാണെന്നു കാട്ടിത്തരുന്നു. ക്ഷീണത്തിലും ബലഹീനതയിലും ആകുന്നവരെയും പതർച്ചകളിൽ അകപ്പെട്ടു പോയവരെയും അത് പറഞ്ഞ് ദുർബലപ്പെടുത്തുന്നതും ഭയപ്പെടുത്തുന്നതും ദൈവിക വഴിയല്ല എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. ദൈവത്തിൻ്റെ വായിൽ നിന്നും വരുന്ന വചനം ഭൗമികവുമായ പരിമിതികളെ അതിജീവിക്കുന്നതും രൂപാന്തരപ്പെടുത്തുന്നതുമാണ്. അതായത് ദൈവത്തിൻ്റെ വായിൽ നിന്നും വരുന്ന വചനം ഭൗമികവുമായ പരിമിതികളെ അതിജീവിക്കുന്നതും രൂപാന്തരപ്പെടുത്തുന്നതുമാണ്. ദൈവത്തിൻ്റെ വായിൽ നിന്നും വരുന്ന എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നതിനാൽ അതിൻ്റെ ഉറവിടം ഇന്നും സജീവമാണെന്നും അതൊരു തുടർ പ്രക്രിയയാണെന്നും നമ്മെ പഠിപ്പിക്കുന്നു. ഒറ്റപ്പെട്ട വാക്യങ്ങളും അല്ല, സകല വചനങ്ങളുടെയും സാരം കണ്ടെത്തണമെന്ന് നമ്മെ പഠിപ്പിക്കുന്നു. സകല വചനങ്ങളും കൊണ്ട് ജീവിക്കുന്നു എന്ന വചനം വളരെ അർത്ഥവത്താണ്. പരിശുദ്ധാത്മാവ് ഓരോരുത്തർക്കും
വേണ്ടതായ ഉപദേശങ്ങൾ നൽകുന്നു. മനുഷ്യൻ സകല വചനങ്ങൾ കൊണ്ട് ജീവിക്കുന്നു എന്ന ചുരുക്കെഴുത്ത് എടുത്താൽ ദൈവം ജീവിക്കുന്നതിനാൽ മനുഷ്യൻ ജീവിക്കുന്നുവെന്നും ദൈവത്തിൻ്റെ വായിൽ വചനങ്ങൾ മനുഷ്യന് ജീവനും സ്വാസ്ഥ്യവും നൽകുന്നുവെന്നും നമുക്ക് ബോധ്യമാകുന്നു. ഇങ്ങനെ ആദ്യവും അവസാനവും എടുക്കുന്നതിന് തെറ്റ് കടന്നു വന്നേക്കാം. ആയതിനാൽ അപ്പത്തെ നിരാകരിക്കുവാനല്ല, എന്നാൽ അപ്പത്തേക്കാൾ ഉപരി വചനത്തിലും ദൈവീക പ്രമാണത്തിലും പ്രാധാന്യം കൽപ്പിക്കുന്നു. ജീവിതത്തിൽ മുൻഗണനകൾ ആവശ്യമാണ്. ഉപജീവനത്തെക്കാളും അധ്വാനത്തെക്കാളും ഉപരിയായി ദൈവവചനത്തിലും ദൈവ ആശ്രയത്തിലും സന്തോഷം കണ്ടെത്തുന്നവരാണ് വിശ്വാസികൾ. വിശ്വാസികളുടെ യഥാർത്ഥ ഡെഫിനിഷനാണ് നാം ഇവിടെ കാണുന്നത്. ഉപജീവനത്തെക്കാളും അധ്വാനത്തെക്കാളും ഉപരിയായി ദൈവവചനത്തിലും ദൈവാത്മാവിലും സന്തോഷം കണ്ടെത്തുന്നവരാണ് വിശ്വാസികൾ. വചനത്തിൻ്റെ കാര്യമെടുത്താൽ അല്പമായി വചനം എടുക്കുന്നതിലല്ല, സകല വചനവും ദൈവശ്വാസിയായി സ്വീകരിക്കുന്നതിൽ വിശ്വാസികൾ ജാഗരൂകരായിരിക്കണം. സകലത്തിലല്ല, സകലത്തിലും ദൈവവചനത്താൽ ഭരിക്കപ്പെടണം എന്നാണ് ഇവിടെ പറയുന്നത്. മനുഷ്യൻ ജീവിക്കണം എന്ന പ്രത്യാശാപൂർണമായ ആഹ്വാനവും ദൈവവചനം നൽകുന്നു. ആശ്വസിപ്പിക്കുകയും ജനത്തെ ഒരുക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുന്ന ദൈവവചനത്തിൻ്റെ ശക്തിയെ തിരിച്ചറിയാം. അതിനായി ശരീര മനസ്സുകളെ ക്രമീകരിക്കുവാൻ ആത്മാവിനോട് ജാഗരിക്കാം. നിങ്ങളുടെ തീരുമാനങ്ങൾ എങ്ങനെയുള്ളത്? തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമ്പോൾ കടുത്ത സമ്മർദ്ദത്തിലാകാറുണ്ടോ? ആദരണീയരും ആകർഷകവുമായതിൽ നിന്ന് തിരഞ്ഞെടുക്കുമ്പോഴും അധമവും ഉദാത്തവുമായതിൽ നിന്ന് തിരഞ്ഞെടുക്കുമ്പോഴും ദൈവത്തിൻ്റെ തിരുവചനത്തെ ആശ്രയിക്കുന്നുണ്ടോ? തിരുവചനങ്ങൾ ജീവിതത്തെ മാറ്റിമറിക്കുമെന്നറിയുവാനും ദൈവീക നിർദ്ദേശങ്ങൾ അനുസരിച്ചുമുള്ള തിരഞ്ഞെടുപ്പുകൾ നടത്തുവാനും നോമ്പ് കാലം പരിശീലനം നൽകുന്നതിന് വേണ്ടിയിട്ട് നാം ഏവരും പ്രാർത്ഥിക്കേണ്ടതുണ്ട്. കാരണം ഈ ശുനോയോ നോമ്പിൻ്റെ ഈ അവസരത്തിലെങ്കിലും നാം നമ്മെ തന്നെ ഒന്ന് തിരുത്തുന്നുവെങ്കിൽ മാത്രമേ നമുക്ക് ഈ ലോകത്തിലുള്ള ബാക്കി ജീവിതം സന്തോഷപ്രദമായി ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് നമ്മുടെ വേദപുസ്തകത്തിൽ നിന്നും നമുക്ക് മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ അത് ദിവസവും പാരായണം ചെയ്യുകയും അത് വായിച്ച് ഗ്രഹിക്കുകയും ചെയ്യണം. അങ്ങനെ ചെയ്യുന്നവർക്ക് മാത്രമേ ബൈബിളിലെ സത്യമായ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാനും ദൈവത്തിങ്കിലേക്ക് അടുത്തു ചെല്ലുവാനും സാധിക്കുള്ളൂ. അതിനായിട്ട് ഈ ശുനോയ നോമ്പ് ഒരു കാരണമായി തീരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.